തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യരെ പരിഗണിക്കുന്നതിൽ അമർഷവുമായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം. സ്ഥാനാർത്ഥിയാക്കുന്നതിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നു. ഷഫീഖ്, നിലവിൽ അത് CPM കൈവശമുള്ള മണ്ഡലമാണ്. അവിടെ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അതിർത്തിയുമായി രംഗത്തെത്താൻ കാരണം? തൃക്കരിപ്പൂർ കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച മണ്ഡലമാണ്. ഇത്തവണ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളുടെ ആവശ്യം പരിഗണിച്ച് തൃക്കരിപ്പൂർ കോൺഗ്രസിന് കൂടുതൽ സ്വാധീനമുള്ള മണ്ഡലം എന്ന അർത്ഥത്തിൽ കോൺഗ്രസ് തിരിച്ചെടുത്തതായിരുന്നു. അവിടെ ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നതാണ് കോൺഗ്രസ് ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. പ്രധാനമായും DCC പ്രസിഡന്റ് PK ഫൈസൽ ആ മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത കണക്കിൽ കൂട്ടിയിരുന്നു. PK ഫൈസലിന്റെ മണ്ഡലമാണ് ഈ തൃക്കരിപ്പൂർ. അങ്ങനെ PK ഫൈസൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നേതാക്കളെ ആഗ്രഹങ്ങൾ അറിയിച്ചിരുന്നു. അതിനിടയിലാണ് സന്ദീപ് വാര്യറിന്റെ പേര് ഉയർന്നു വരുന്നത്. ഇതിലുള്ള അമർഷം നേരിട്ട് DCC പ്രസിഡന്റ് തന്നെ രേഖപ്പെടുത്തുകയാണ്. DCC പ്രസിഡന്റ് എന്ന നിലയിൽ ജില്ലയിലെ മണ്ഡലത്തിൽ ജില്ലയിൽ ഉള്ള പ്രവർത്തകരെ തന്നെ പരിഗണിക്കണം എന്നൊരാവശ്യമാണ് ഇപ്പോൾ KPCCയുടെ മുൻപിൽ DCC പ്രസിഡന്റ് വെക്കുന്നത്. കാസർഗോഡ് ജില്ലയിൽ തന്നെ മത്സരിക്കാൻ യോഗ്യരായ നേതാക്കളുണ്ട്. അവരെ പരിഗണിക്കാതെ പുറമേ നിന്ന് ഒരാളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കുന്നതിൽ ഉള്ള പ്രതിഷേധം അദ്ദേഹം KPCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പരസ്യമായി തന്നെ DCC പ്രസിഡന്റ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. കൂടുതൽ DCC ഭാരവാഹികളുമായി ബന്ധപ്പെട്ടപ്പോൾ അത്തരത്തിൽ എല്ലാ ആളുകളിലും പ്രതിഷേധത്തിന്റെ ഒരു സ്വരം നമുക്ക് കാണുന്നില്ല. നമ്മളോട് സംസാരിച്ചവർ ഒക്കെ DCC പ്രസിഡന്റാണ് ഇപ്പോൾ കാര്യമായി ഈ സന്ദീപ് വാര്യർ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ മത്സരിക്കാനെത്താൻ ഉള്ള സാധ്യത മുന്നിൽ കണ്ട് വലിയ ഒരു പ്രതിഷേധവുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. തൃക്കരിപ്പൂർ മണ്ഡലത്തിലുള്ള ആളാണ് DCC പ്രസിഡന്റ് PK ഫൈസൽ. PK ഫൈസൽ മത്സരിക്കാനുള്ള ഒരു സാധ്യത നേരത്തെ കണക്ക് കൂട്ടിയിരുന്നു. അങ്ങനെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയും അവിടെ വിജയ സാധ്യതയും ഉണ്ട്. നേരത്തെ കേരള കോൺഗ്രസ് മത്സരിച്ചിരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ കേരള കോൺഗ്രസിൽ നിന്ന് കാഞ്ഞങ്ങാട് കേരള കോൺഗ്രസിന് കൊടുക്കുകയും തൃക്കരിപ്പൂർ കോൺഗ്രസ് തിരിച്ചെടുക്കുകയും ചെയ്തു. ആ മണ്ഡലത്തിലാണ് ഇപ്പോൾ DCC പ്രസിഡന്റ് PK ഫൈസൽ മത്സരിക്കാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നത്. അവിടെയാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ എത്തുന്നത്. സന്ദീപ് വാര്യർ എത്തുന്നതിലുള്ള ഒരു പ്രതിഷേധം DCC പ്രസിഡന്റ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. ഇവിടെ പുറമേ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കരുത് എന്നതാണ് DCCയുടെ ഒരു പൊതുവികാരം.